وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. ബഹുമാന്യരായ മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് മറിയമിലെ 30, 31, 32 വളരെ ചെറിയ വചനങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മെക്കുറിച്ച് പറയാറുള്ളത് നമ്മൾ വിശ്വാസികളാണ് എന്നാണ്. അതുപോലെ തന്നെ നാട്ടിൽ നോക്കിയാൽ വേറെയും കുറേ വിശ്വാസികളുണ്ട്. വ്യത്യസ്ത മതാചാരങ്ങൾ പിന്തുടരുന്ന ആളുകൾ. ആ ആളുകളെയും വിശ്വാസികൾ എന്നാണ് പറയാറുള്ളത്, വിളിക്കുക. വിശ്വാസികളെന്ന് നമ്മളെയും മറ്റുള്ളവരെയും ഒക്കെ ആളുകൾ വിളിക്കാറുള്ളത് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന നിലയിലാണ്, അല്ലേ? ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്ന നിലയിലാണ്. അപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ട്, അള്ളാഹു അല്ലാത്ത വേറെ കുറേ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വരിക മതവിശ്വാസികൾ എന്ന ഒരു കണക്കിലാണ്. എന്നാൽ നോക്കിയേ, നമ്മുടെ വിശ്വാസത്തിൽ അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടല്ലോ. ആ പ്രത്യേകതയുടെ മഹത്വം, അതിന്റെ വ്യതിരിക്തത നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന വസ്തുത എന്ന് പറയുന്നത് ഈമാനാണ്. അള്ളാഹുവിന്റെ പേരിലുള്ള ബന്ധമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ.
അങ്ങനെ ഒരു ഫീല് സത്യത്തിൽ മറ്റുള്ളവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാനിനി അവിടേക്ക് പോവല്ല, നമ്മളിലേക്ക് മാത്രമാണ് ഇനി വരുന്നത്. ആ ഈമാൻ എന്നത് കേവലം വിശ്വാസം മാത്രമല്ല, മറിച്ച് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈമാൻ എന്നത് ആ വാക്കുണ്ടാവുന്നതിന്റെ ധാതു ഏതാ? അമ്ന് എന്ന വാക്കിൽ നിന്നാണ്. നിർഭയത്വം എന്നാണ് ആ വാക്കത്തിന്റെ അർത്ഥം. പേടിയില്ലാത്തൊരവസ്ഥ. എല്ലാ ഭയങ്ങളിൽ നിന്നും നിർഭയത്വം നൽകിയവനാണ് അവൻ. അപ്പൊ ഈ നിർഭയത്വത്തിൽ നിന്നാണ് ഈമാൻ എന്നത് ഉണ്ടാകുന്നത്. ഈ ഒരു നിർഭയത്വം നമ്മൾക്ക് വ്യക്തിപരമായി ബോധ്യം വരണം, നമ്മളെ സൊസൈറ്റിക്ക് ബോധ്യം വരണം. അപ്പോഴാണ് ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വം എന്ന് പറയുന്ന ഒരു രംഗം ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞെന്തിനറിയാം? ഇതൊരു ഫീലിംഗ് ആണ്, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയും. നമ്മളെ നമ്മുടെ നാഥൻ ഒഴിവാക്കൂല, അവൻ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല, അവൻ നമ്മെ എവിടെയും കൊടുക്കൂല. അതാണ് ഉലൈക ലഹുമുൽ അംന് എന്ന് പറഞ്ഞാൽ. ഈ അമ്ന് പരലോകത്ത് മാത്രമല്ലല്ലോ, അതാദ്യം അനുഭവപ്പെടേണ്ടത് എവിടുന്നാണ്? ദുനിയാവിൽ നിന്നാണ്. നമ്മുടെ കൂടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഈ വിഷയം അതാണ്, അള്ളാഹു നമ്മോടെ കൂടെയുണ്ട്. ഇത് അനുഭവം വരണം. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും പേടിക്കണം. എന്താ പേടിയെന്നറിയാം? നമ്മുടെ ഈമാൻ ഇഴകീറി നമ്മൾ പരിശോധിക്കണം. പല കുറവുകളും ഈമാനിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ഫീലിംഗ് നമുക്ക് കിട്ടാത്തത്. മറ്റു പല മതക്കാരെയും പോലെ നമ്മളുമായി തീരുന്നത്. അങ്ങനെ വരാൻ പാടില്ല. കുറവുകളിൽ നിന്ന് മുക്തമാവാനാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അറിവ് കൃത്യമാകണം, അത് കൃത്യതയിലേക്ക്, വ്യക്തതയിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഫീലിംഗ് അനുഭവപ്പെട്ടിട്ടുള്ളത് അമ്പിയാക്കന്മാർക്കാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല മനുഷ്യരായി തെരഞ്ഞെടുത്ത് ആദരിച്ച വിഭാഗമാണല്ലോ മുർസലീങ്ങള്. ആ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായി അറിയപ്പെടുന്നത് 5 ആളുകളുണ്ട്. നമുക്കറിയാതെ നമ്മൾ പറയാ ഉലുൽ അസ്മ എന്ന്. ആരൊക്കെയാണ് ആ ഉലുൽ അസ്മ? ഒന്നെണ്ണി നോക്കിയേ. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേര്, ഈ 5 പേരാണ്. ഈ 5 പേര് മാത്രമല്ല അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ 5 പേരും അവരനുഭവിച്ചൊരു സെക്യൂർ ഉണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവരാ. ഈ മഹാന്മാരിൽ മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നൽകേണ്ടുന്ന ഒരു മഹാനായ പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാം. ഇപ്പോ പൊതുവെ സമൂഹം ഏറ്റവും കൂടുതൽ മതവിശ്വാസികൾ എന്നറിയപ്പെടുന്നവരും കൂടുതൽ ആ നബിയെ കുറിച്ച് ഓർക്കുന്ന ഒരു രംഗമാണിത്, ഒരു സമയമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത, അവർക്കൊന്നും അനുഭവിക്കാത്തൊരു പ്രത്യേകത മുസ്ലിമീങ്ങളായ നമ്മൾക്കുണ്ട്. എങ്ങനെ അറിയാം? നമ്മൾ കൃത്യമായി പഠിക്കണം. അനേകം പ്രത്യേകതകൾ, ഒരുപാട് സുരക്ഷിതത്വങ്ങൾ നൽകപ്പെട്ട നബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജനനം മുതൽ തന്നെ ആ പ്രത്യേകതകൾ ആരംഭിക്കുന്നുണ്ട്. നോക്കൂ, ജൂതന്മാര് ഈസാ അലൈഹിസ്സലാം ഒരു ജാരസന്താനമാണ് എന്ന് പറഞ്ഞവർ, നഅൂദു ബില്ലാഹ്. അതേ സ്ഥാനത്ത് ക്രിസ്തീയ സഹോദരങ്ങളോ ഈസാ നബി അലൈഹിസ്സലാമയെ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനോഹരമായ ചിത്രമാണ് ഈസാ എന്ന പ്രവാചകൻ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നത്. ആ വഴി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ഇപ്പൊ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തേടുന്നവരുണ്ട്, ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തേടുന്നവരുണ്ട്, അല്ലെ? കഠിനാധ്വാനങ്ങളിലൂടെ അല്ല, അങ്ങനെയൊക്കെ അള്ളാഹിന്റെ തൃപ്തി നേടുന്നവരുണ്ട്, നാവിലൂടെ, അങ്ങനെ 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 ആലോചിച്ച് നോക്കൂ. എന്നാൽ ലോകത്തൊരാള്, ഇമ്രാനിന്റെ ഭാര്യ, അവര് ഗർഭിണിയായപ്പോ അവരൊരു നേർച്ചയാക്കുന്നത് എന്താണ്? എന്റെ ഈ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഞാൻ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ദാനം ചെയ്യുന്നു.
അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനായിട്ട് പ്രസവിച്ചു നോക്കിയപ്പോഴാണ് അതൊരു പെൺകുട്ടിയായത്. ആ പെൺകുട്ടി പള്ളിയിലെ പരിചാരകയായി അവിടെ അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലാണ് വളരുന്നത്. അവരാണ് ഈസാ അലൈഹിസ്സലാമയുടെ ഉമ്മയായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശരിക്കും ആ കഥ നമ്മൾ ഇങ്ങനെ പഠിച്ചു നോക്കണം. ഈ നേർച്ചയാക്കപ്പെട്ട കുട്ടിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറയുന്നത് ഖുർആനിൽ ഒരുപാട് സ്ത്രീകളുടെ സഹോദരിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ഉണ്ട്? ബൽഖീസ് രാജ്ഞിയുടെ പേരുണ്ട്, ഒരു സൂചന എന്നുള്ളത്. ഫറവോന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാമയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേരെടുത്തു പറഞ്ഞ ഏക വനിത ആരാണ്? മറിയം ബീവി. അവരുടെ പേരിൽ തന്നെ ഒരു അധ്യായം വരെ. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനത്തെ ഒരു സ്ഥാനം വേറെ മതവിഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞത്. ആദം അലൈഹിസ്സലാമയും ഈസാ അലൈഹിസ്സലാമയും അവർ രണ്ടുപേരുടെയും ജനനം ഒരേ രൂപത്തിലാണ് ഖുർആൻ എടുത്തു പറഞ്ഞു തരുന്നത്. ഒരാൾ വാപ്പയില്ല ഉമ്മയില്ലാതെയാണ് ആദം അലൈഹിസ്സലാമയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ഇവിടെ ഉമ്മ മാത്രമാണ്. ആ രണ്ടിനോടും ഖുർആൻ സൂചിപ്പിച്ചത് കുൻ എന്ന പദമാണ്. കുൻ, നീ ഉണ്ടാവുക. ഇദാ ഖലല്ലാഹു അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകുൻ. കുൻ എന്ന് പറഞ്ഞിട്ട് നീ ഉണ്ടാവും എന്ന് പറഞ്ഞുണ്ടായ രണ്ട് സൃഷ്ടികൾ അവര് മാത്രമാണ്. അങ്ങനെ ഒരു സ്ഥാനത്താണ് അവരെ കാണുന്നത്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിന്റെ മഹത്വം ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെ അറിയാം? തൊട്ടിലിൽ വെച്ച് സംസാരിക്കുക എന്ന അപൂർവങ്ങളിൽ. അങ്ങനെ വേറെ ഒന്ന് രണ്ട് കഥകൾ പറഞ്ഞു തരുന്നുണ്ട് ഉണ്ടെങ്കിൽ പോലും ഖുർആൻ എടുത്തു പറഞ്ഞ ഏക കഥ ഇതാണ്. ആ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. എവിടെ ഉമ്മ ഒരു ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മാനസികമായ പ്രതിസന്ധിയായിരുന്നു, പ്രയാസമായിരുന്നു മറിയം ബീവി അനുഭവിച്ചത്. അല്ലേ? അവരൊക്കെ പറഞ്ഞുപോയി, പടച്ചോനെ, ഞാനൊന്നാണ്ട് മരണപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഭ്രാന്തിയായി എന്റെ ബോധം നശിച്ചു പോയിരുന്നെങ്കിൽ. അത്രമാത്രം ക്രൂരമായ അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്ന് അവർ അനുഭവിച്ചത്. നോക്കൂ, അവർ അള്ളാഹു കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ കേട്ട് പ്രസവം കഴിഞ്ഞ് കുട്ടിയെ തൊട്ടിൽ കൊണ്ടുപോയി വെച്ചപ്പോഴാണ് ആ കുട്ടി ആ നിമിഷം എഴുന്നേറ്റ് പറയുന്ന ചില വാക്കുകളുണ്ട്. അതാണ് ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ. അള്ളാഹ് എനിക്ക് കിതാബ് തന്നിട്ടുണ്ട്, അള്ളാഹു എന്നെ നബിയാക്കിയിട്ടുണ്ട്. വജഅലനി മുബാറകൻ അയ്നമാ കുന്തു. ഞാൻ എവിടെയായിരുന്നാലും പടച്ചവന്റെ ബർക്കത്ത് എനിക്കുണ്ട്, തന്നിട്ടുണ്ട് പടച്ചവൻ. വഔസാനി ബിസ്സലാത്തി വസകാത്തി മാ ദുംതു ഹയ്യ. ആ ബർക്കത്ത് നിലനിൽക്കാൻ, ആ ഐശ്വര്യം നിലനിൽക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചത് എന്തറിയാമോ? നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും എന്റെ ആയുസ്സുള്ളിടത്തോളം കാലം നിർവഹിക്കാൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ ഉമ്മാക്ക് ഞാൻ പുണ്യം ചെയ്യുന്നവനാണ്. ഈ ഉമ്മ മാത്രമായിട്ട് എടുത്തു പറയുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ബാക്കിയൊക്കെ വാലിദൈൻ, മാതാപിതാക്കൾ എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഞാനിത് ഇങ്ങനെ പറഞ്ഞെന്നറിയോ? ഈസാ അലൈഹിസ്സലാമയെ ദൈവമായി സ്വീകരിക്കുന്നവരുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങളിൽ പോലും പറയാത്ത കാര്യമാണിത്. എത്രമാത്രം വലിയ സ്ഥാനമാണ് നമ്മുടെ മനസ്സിൽ ആ നബിക്ക് ഉണ്ടാവേണ്ടത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹുവിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയാണ്. ഇൻജീൽ എന്ന ഗ്രന്ഥം അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയാണ്. അനേകം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ ഉണ്ടാവുകയാണ്. ഓരോ ആയത്തുകളും പരിശോധിച്ച് ഇങ്ങനെ അർത്ഥം പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ പഠിക്കണം. സൂറത്ത് ആൽ ഇമ്രാനിൽ ഇമ്രാനിന്റെ കുടുംബത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനിടയിൽ 49 മുതൽ 51 വരെയുള്ള ആയത്തുകളുണ്ട്. മറിയം ബീവിയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന സുവാർത്ത അറിയിക്കുന്ന വേളയിൽ അവർ ചോദിക്കുന്നുണ്ട്, വലം യംസസ്നി ബശർ, എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക എന്ന് പറയുമ്പോ അള്ളാഹു അവരോട് പറയുന്നത്, ഈ ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് അറിയിച്ചു കൊടുക്കുന്നത്, പടച്ചവന്റെ വഹയി കൊടുക്കുന്നത്, അതൊക്കെ അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ പ്രത്യേകത പറയുന്നതറിയോ?
അദ്ദേഹം കിതാബ് പഠിപ്പിച്ചു കൊടുക്കും. വൽ ഹിക്മ വത്തൗറാത്ത് വൽ ഇൻജീൽ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ അദ്ദേഹം ഇസ്രായേലിലേക്ക് വന്ന റസൂലാണ്. അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും. ഈ ആയത്ത് ഓരോ വാക്കുകൾ നിങ്ങളിന്റെ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അവരോട് ഈസാ അലൈഹിസ്സലാമയോട് പ്രാർത്ഥിക്കുകയാണ്, അവരെ ദൈവത്തിന്റെ പുത്രനായി പരിഗണിക്കുകയാണ്, ഒരു വേള ദൈവം തന്നെയാണെന്ന് സമർത്ഥിക്കുകയാണ്. അവിടെയാണ് ഈ വാക്കുകളുടെ പ്രസക്തി. അന്നീ ഖദ് ജിഅ്തുകും ബിആയ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ആയത്തുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ടോ അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി, ഞാൻ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് പറയാണ്, ഈ പക്ഷികളുടെ രൂപം മണ്ണ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കും. എന്നിട്ട് അൻഫഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ, അതാണ് വാക്ക്, ബിഇദ്നില്ലാ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ ഊതും, ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. അപ്പോൾ എന്താവുന്നറിയോ, ഫയകൂനു ത്വയ്റൻ, അതൊരു പക്ഷിയായി അങ്ങനെ പാറിപ്പോകും. പിന്നെ എല്ലായിലും പറയണെന്താ, ബിഇദ്നില്ല എന്നാണ്. ഞാന് ജന്മന അന്ധരായ ആളുകളെ, അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് അസുഖമുള്ളവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും, അവർക്ക് ശിഫ നൽകും, അവരെ പിന്നെ സുഖപ്പെടുത്തും, മരണപ്പെട്ടവരെ ഞാൻ ജീവിപ്പിക്കും, ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. പിന്നെ വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന മിൻ ബുയൂതികും, അല്ലാഹ് എന്തും കൂടെ ഉണ്ട്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എടുത്തു വെച്ച ഭക്ഷണങ്ങൾ എന്താണ്, നിങ്ങൾ കഴിച്ച വിഭവങ്ങൾ എന്താണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഓരോ മുഅ്ജിസത്തുകള് അള്ളാഹു സൂറത്ത് ആൽ ഇംറാനിലെ 49 മുതൽ 51 വരെയുള്ള ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പർ ഓർമ്മ വെച്ച് അതിന്റെ തഫ്സീർ, അതിന്റെ ബയാൻ ഒന്ന് വായിക്കണം. ഈ പ്രവാചകന്റെ ചരിത്ര സംഭവങ്ങൾ ഇത്ര വിശദമായി നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് സൂചനകൾ മാത്രമേ തരുന്നുള്ളൂ. നമ്മളെ പഠിപ്പിക്കുന്നത് അവരിൽ, ആ ഖൗമിൽ വന്ന പിഴവുകൾ പിൽക്കാലത്ത് ഒരു മുഅ്മിനിലും വരരുത്. നിങ്ങൾക്ക് ഈമാനിന്റെ സെക്യൂരിറ്റി ഫീലിംഗ് അനുഭവപ്പെടണോ, ആദർശം ശുദ്ധമാവണം. അതാണ് അതിന് അല്ലാഹു സൂറത്തുൻ നിസായിലെ 171 ആയത്ത്, ആ ആയത്തിലൂടെ അല്ലാഹു പറയണമെന്നറിയാമോ? യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ലാ തഅലൂ ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ ഹഖല്ലാത്തൊരു വാക്കും നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻഹു. ആരാണ് മസീഹ് ഈസ ഇബ്നു മറിയം? അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. അള്ളാഹു മറിയം ബീവിയിലേക്ക് അവിടുന്ന് ഊതിയ റൂഹിന്റെ അംശമാണ്. അതുകൊണ്ട് ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വലാ തഖൂലൂ സലാസ, നിങ്ങൾ ത്രിത്വം പറയരുത്, ത്രിയേകത്വം പറയരുത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ വർത്തമാനം നിങ്ങൾ പറയരുത്. ഇൻതഹൗ, നിങ്ങൾ വിരമിക്കുക. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്. ഏറെ പഠിക്കണം നമ്മൾ. നമ്മുടെ ഈമാൻ അത് വളരെ യുവറാവാൻ, ശുദ്ധമാവാനുള്ള വാക്കാണത്. നമ്മുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ്, സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, അവന് മക്കളുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് അവൻ എത്ര പരിശുദ്ധനാണ്. ഒരു ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നറിയാമോ? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന വാക്കാണ് ഖുർആൻ ഈ പറഞ്ഞു തരുന്നത്. പല കുറ്റകൃത്യങ്ങളെയും അതികർശനമായി അള്ളാഹു വിരോധിക്കുകയും വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിരോധങ്ങളിൽ, ആ വിഷയത്തിൽ ഈ പ്രപഞ്ചം തകർന്നു പോകുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്, ആകാശഭൂമികൾ തകർന്നു പോകുന്നു എന്ന് പറഞ്ഞത് ഒറ്റ വാക്കാണ് കേട്ടോ. വഖാലു തഖദൽ റഹ്മാനു വലദ,
അവര് പറയുകയാണ് അല്ലാഹു മക്കളെ സ്വീകരിച്ചു എന്ന്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ. അവർ കൊണ്ടുവന്ന ഈ ധിക്കാരപരമായ വർത്തമാനമുണ്ടല്ലോ. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഹിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅു ലിർറഹ്മാനി വലദാ. അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒറ്റടിസ്ഥാനത്തിൽ അതിന്റെ ഭീകരത അല്ലാഹു പറഞ്ഞുതരാണ്. പർവ്വതങ്ങൾ പിളർന്നു പോകും, ഭൂമി പൊട്ടിപ്പിളരും, ആകാശം വിണ്ട് കീറി തകർന്നു വീഴും. അതിന് മാത്രം ഭീകരമായ വർത്തമാനമാണത് എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ്, നിങ്ങൾ ഇതിന്റെ ഒക്കെ ബയാൻ എടുത്ത് നോക്കണം കേട്ടോ. സൂറത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്നാണല്ലോ അതിന്റെ പേര്. സാധാരണ ഒരു സൂറയുടെ ഉള്ളടക്കം സാധാരണ വരുമെന്നറിയോ, അതിൽ പറയുന്ന കാര്യങ്ങളുമായിട്ടാണ്. നിങ്ങൾ ഇഖ്ലാസ് എന്ന് പറയുന്ന പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഖുൽ ഹുവല്ലാഹു അഹദ്. അവൻ അല്ലാഹ്, അവൻ ഒരുവനാണ്, അവൻ ഏകനാണ്. ഇതിന്റെ ബയാൻ അള്ളാഹുവിന്റെ സിഫത്തുകൾ വിവരിക്കുന്നതിന് മധ്യേ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. എന്നാലും അർത്ഥം പറഞ്ഞു തരാണ്. അല്ലാഹു അസ്സമദു, അള്ളാഹു പരാശ്രയരഹിതനാണ്, എല്ലാവർക്കും ആശ്രയിക്കേണ്ട അസ്തിത്വമാണ്. ലം യലിദ് വലം യൂലദ്, അവന് മക്കളില്ല, അവൻ ആരുടെയും മക്കളുമല്ല, മകനുമല്ല. ഇങ്ങനെ അവന് ഒരു കുട്ടിയില്ല. അതിന്റെ പൊരുള് പ്രിയപ്പെട്ടവരെ അതിമഹത്തരമായ ആശയമാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരുമില്ല. ഇതന്നെ നമുക്ക് കുറെ പഠിക്കാണ്ട്. എന്നാലും തൽക്കാലം അടുത്ത ദിവസങ്ങളിലേക്ക് നിങ്ങൾ ഈ സൂറത്തിന്റെ ബയാനൊന്ന് വായിച്ചു വരണം. ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ അത്ര ഭംഗിയായി വിശദീകരിക്കണം എന്നറിയോ. ഈ സെക്യൂരിറ്റി ഫീല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദർശത്തിൽ ഒരു നിലക്കുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആദർശം എന്താ? വളരെ കൃത്യം, വളരെ ലളിതമായ വാക്കുകളിലൂടെ അള്ളാഹ് അവന്റെ തൗഹീദിനെ, ആ ഏകദൈവത്തെ വിശ്വാസത്തെ ഭംഗിയായി പഠിപ്പിച്ചു തരിക. എന്നിട്ട് നമ്മളോട് പറഞ്ഞൊരു വാക്കും കൂടിയുണ്ട്, അതും ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം എന്നറിയോ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയുടെ മതാചാരങ്ങളെ പിന്തുടർന്നാൽ അവർ അതിലാണ്. ഇതൊരു താക്കീതാണ്. എന്താണ് താക്കീത്? ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ സൂറത്ത് ഇസ്രായിലെ നമ്പർ നോട്ട് ചെയ്ത് മനസ്സിൽ വെക്കണം. 73 മുതൽ 75 വരെയുള്ള ആയത്തുകൾ. ഈ ആയത്ത് ഇറങ്ങുന്നതിന് സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി പോവുക. ആ നേരത്ത് ഖുറൈശികൾ അവരെ തടഞ്ഞു. മക്കത്തെ ഖുറൈശികൾ തടഞ്ഞിട്ട് പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദേ, നിനക്ക് ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. എന്ത് വേണം? ഈ ഇരിക്കുന്ന വിഗ്രഹം ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളാണ്. ഈ ആരാധ്യ വസ്തുക്കളുടെ മുമ്പിൽ ചെന്ന് ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കണം, ഒന്ന് തല കുനിക്കണം, എന്നിട്ട് പോയിക്കോ, യാതൊരു പ്രശ്നമല്ല. ഇതിന്റെ ബയാൻ ഒരു വാക്ക് കൂടി പറയുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നു. എങ്ങനെ? അൻത സയ്യിദ്, അൻത ഇബ്നു സയ്യിദ്, നീ ഞങ്ങളുടെ നേതാവാ, നീ ഞങ്ങളുടെ നേതാവിന്റെ മകനാ എന്നൊക്കെ പറഞ്ഞു വളരെ ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടുപോയിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണോ? വേണ്ടല്ലോ, നീ നിന്റെ ഇബാദത്ത് കൊണ്ട് പോയിക്കോ, ഞങ്ങൾ ഇങ്ങനെയും പോകാം എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. ഇവിടെ എത്തുമ്പോ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. നബിക്ക് തോന്നി. അല്ലാഹ് ഈ ആയത്തിൽ എവിടെ? സൂറത്ത് ഇസ്രായിലെ 73, 74, 75 വൈൻ കാദു ലിയഫ്തിനൂനക അനിൽ ലദീന ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറഹു വൈദൻ ലത്തഖദൂക ഖലീല. വലിയ ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്താൻ വേണ്ടി അവർ നിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ അവർക്ക് നിന്നെ കൂട്ടുകാരനായി സ്വീകരിക്കാമല്ലോ. അള്ളാഹ് പറഞ്ഞെന്നറിയോ? അതിന്റെ ഉള്ളടക്കം പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ അതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇന്ന റബ്ബി യഅലമു അന്നീ കാരിഹ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചാൽ പോലും എനിക്കിതിനെ വെറുപ്പാണ് എന്ന് എന്റെ റബ്ബിനറിയാം. ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യൂല എന്ന് എന്റെ റബ്ബിനറിയാം. എന്നാ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയോ? അത് അരുത് എന്നാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ,
കുലിയായുൽ കാഫിറൂൻ ഉണ്ടല്ലോ, സൂറത്തൊന്നും എടുത്തു കൊണ്ടുട്ടാ. എല്ലാം പറഞ്ഞുതരാൻ നേരല്ലാത്തോണ്ട് നിങ്ങൾക്ക് അറിയാം ആ സൂറത്ത്. തിരിച്ചും മറിച്ചും അല്ല പറഞ്ഞറിയോ, ലക്കും ദീനുക്കും വലിയ ദീൻ, അതിനെ തൊടണ്ട, നിന്റെ കൈ ഉയർത്തേണ്ട. ഹബീബായ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ അറിയണം, വളരെ ഗുണകാംക്ഷയോടെ സഹകരണത്തോടെ കഴിയുന്ന ഒരു ക്രമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദം വേണമെന്ന് അല്ലെ പിന്നെ നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ അതിന് പരിശ്രമിക്കുന്നുണ്ട്. മതസൗഹാർദ്ദവും അതേപോലെ തന്നെ മനുഷ്യ സൗഹാർദ്ദവും ഉണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. മതസൗഹാർദ്ദവും ഉണ്ട്, അതേപോലെ തന്നെ മനുഷ്യ സൗഹാർദ്ദവും ഉണ്ട്. അല്ല പറഞ്ഞൊരു വാക്കെന്നറിയോ, മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ആവാമെങ്കിലും മതസംലയനം ആവാൻ പാടില്ല. ഇവിടെ സൗഹാർദ്ദ ആകാം, സംലയനം ഉണ്ടാവാൻ പാടില്ല. എന്താണ് സംലയനം എന്ന് പറഞ്ഞാൽ? അവരുടെ ആഘോഷങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എന്തറിയോ, മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ അവരാഘോഷിക്കട്ടെ, നിങ്ങൾ അവിടെ പോയിട്ട് ചാടാൻ നിൽക്കണ്ടല്ലോ അല്ലെ. നമ്മുടെ ആൾക്കാർ ആകെ ചാടാൻ വേണ്ടിയിട്ടുള്ള അവസരം നിൽക്കുക. അത് രാഷ്ട്രീയമായാലും വേണ്ടില്ല, ആഘോഷങ്ങളായാലും വേണ്ടില്ല, എവിടെയെങ്കിലും അവസരം ഉണ്ടോ എന്ന് നടക്കുന്ന മാതിരിയാണ് നമ്മുടെ പല ആളുകളുടെയും പ്രവണതകൾ. അങ്ങോട്ട് പോണ്ടപ്പാ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അവർക്ക് അവരുടെ മതം, അതിൽ ചാടണം. മറിച്ച് മാത്രമല്ല, അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പാടില്ലേ. എന്താണ് ഞാൻ സംലയനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ആരെങ്കിലും ഏതെങ്കിലും ഒരു മതചിഹ്നം സ്വീകരിച്ചാൽ അയാൾ ആ മതത്തിലാണ്. പറയുന്നത് നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ, അല്ലാതുള്ള വസ്വാസിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോ ഈ ഡിസംബറിൽ തൂക്കുന്ന ചില വിളക്കുകളുണ്ട്, അത് ചില മതങ്ങളുടെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ അത് നമ്മുടെ വീടുകളിൽ, അതവരുടെ മതത്തിന്റെ ചിഹ്നമാണ്, അതവിടെ ഇതിവിടെ. അതാണ് സംലയനം പാടില്ല എന്ന് പറയുന്നത്. ചില ഘട്ടങ്ങളിൽ ഒരു ആരാധ്യ വസ്തുക്കൾ എന്ന നിലയിൽ ചില മതവിഭാഗങ്ങൾ അവരുടെ മുറ്റത്ത് ചില കളങ്ങൾ നിർമ്മിക്കാറുണ്ട്. നമ്മൾ അതിനെ ആദരിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു. അതിന് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. പക്ഷെ അതവിടെ ഉണ്ടായിക്കോട്ടെ, അവരുടെ മുറ്റത്തല്ലേ, നിങ്ങളുടെ മുറ്റത്ത് വരാൻ. ഇതേ ഉള്ളൂ ലക്കും ദീനുക്കും വലിയതും. അങ്ങനെ പറയുമ്പോ മറ്റുള്ളവരുടെ ആഘോഷങ്ങളുടെ സമീപനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ തന്നെ അവരുടെ കർമ്മങ്ങളിലോ അവരുമായി സഹകരിക്കരുതെന്നോ തെറ്റിദ്ധരിക്കരുത്. അവരുടെ വീടുകളിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പങ്കെടുക്കുന്നതിന് വിരോധമല്ല. നല്ല നിലയിൽ സഹകരിക്കണം. അവരുടെ ആവശ്യം വരുമ്പോ കണ്ടറിഞ്ഞ് സഹായിക്കണം. എല്ലാ മതവിഭാഗങ്ങളുമായി നമുക്ക് പണമിടപാടുകൾ നടത്തണം. എത്ര വരെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം, കടമായി കൊടുക്കാം, സ്വതക്കയായി നൽകാം, രോഗിയായാൽ സന്ദർശിക്കാം. അവരുടെ വീടുകൾ അല്ലെ, വീടുകൂടൽ, വിവാഹങ്ങൾ, ഭൗതികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പങ്കുചേരാം. അത് മാനുഷികമാണ്, അത് മാനവികമായ നിലപാടാണ്, അതെല്ലാം നല്ലതാണ്. ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നതിന് ദീനിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷെ എന്ത് ചെയ്യരുത്? ഈ സംലയനം അതില്ല. മാത്രമല്ല ഭക്ഷണങ്ങളുടെ കാര്യങ്ങളിൽ ഇപ്പൊ ഈ പൂജിക്കപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി മുസ്ലിമീങ്ങളായ നമ്മൾ മാറണം. അത് സ്നേഹത്തോടെയുള്ള മാറലാണ് വരേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പലതും തിന്നാമെന്ന് പറയണത് ദീനിൽ അത്ര നിസ്സാരമുള്ള വിഷയമല്ല കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അടിമയായ ഒരു ബാലൻ അല്പം ഭക്ഷണമായിട്ട് ഇങ്ങനെ വരുന്ന വേളയിൽ അത് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, മോനെ ഇത് എവിടുന്നടാന്ന് ചോദിച്ചു. കാരണം അവരുടെ ആശ്രിതനായ ഒരാളാണല്ലോ. ഞാൻ പണ്ട് കാലത്ത് മന്ത്രിച്ചൂതി കൊടുത്തിരുന്നു. ഇപ്പം പറയാം, അത് ഞാനൊരു കുടുംബത്തിന് കൊടുത്ത്, അവരുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായപ്പോ പണ്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു പണിക്ക് പകരമായിട്ട് എനിക്ക് ഇവിടുന്ന് കുറച്ച് ചോറും തന്നു. ആ ഭക്ഷണമായിട്ടാണ് ഞാൻ ഈ വന്നത്, അതാണ് നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്നെ വായിൽ കൈയിട്ട് വയറ്റിലുള്ളത് മുഴുവൻ പുറമേക്ക് ഛർദ്ദിക്കുകയാണ്. നമ്മൾ പറയാറില്ല, കുടല് വരെ പുറത്തേക്ക് വരുന്ന വിധത്തിലാണ് ആ ഛർദി നടക്കുന്നത്, ആ ഛർദിയിൽ വരുന്നത്.
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ കുടൽ പുറത്തു വന്നിട്ട് ഞാൻ മരിച്ചാലും വേണ്ടില്ല, അത്തരം ഒരന്നം എന്റെ വയറ്റിൽ ഉണ്ടാകാൻ പാടില്ല, അത്തരം ഒരു ഭക്ഷണം എന്റെ വയറ്റിൽ ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, പറയുന്നതിന്റെ പൊരുൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്ത് തിന്നുന്നു, എവിടെ നിന്ന് തിന്നുന്നു എന്നതിനൊക്കെ ഒരു കൃത്യമായ, ഒരു വ്യക്തമായ ഒരു സംഗതി നമുക്കുണ്ടാവണം. എങ്കിലാണ് ആ ഈമാനിന്റെ ശരിയായ ആ ഫീല്, ഞാൻ പറഞ്ഞല്ലോ, സെക്യൂരിറ്റി ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബന്ധങ്ങൾ അതിശക്തമായി നമ്മൾ നിലനിർത്തണം. ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, എല്ലാവരുമായുള്ള ബന്ധങ്ങൾ വ്യക്തമായി നമ്മൾ നിലനിർത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനത്തേക്ക് പോയപ്പോ ചെന്ന ഉടനെ അന്നത്തെ പുതുശത്രു ആരാ? വാളെടുത്ത് യുദ്ധം ചെയ്യുന്നത് മക്കത്തെ മുശ്രിക്കുകൾ മാത്രം. അവർക്കെതിരെ അന്നവിടെ ഉണ്ടായിരുന്ന മതവിഭാഗങ്ങളുമായി, എല്ലാ ഗോത്രങ്ങളുമായി റസൂലുള്ള സന്ധിയിൽ കരാറിൽ ഏർപ്പെടുകയാണ്. പരമാവധി സഹകരണങ്ങൾ ഉറപ്പിക്കുകയാണ്. എല്ലാം വേണം, പക്ഷെ ആദർശം അതിൽ നിന്ന് ഇങ്ങനെ വ്യക്തമായി നിലകൊള്ളുകയും വേണം. ലക്കും ദീനുക്കും വലിയ ദീൻ. അതാണ് നമ്മൾ മറിയം ബീവിയുടെയും അതേപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമയുടെയും ഒക്കെ അനുഭവങ്ങളും കഥകളും ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നും പഠിക്കണം. കാരണം ഇത്രമാത്രം 25 സൂറകളിലായി ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ നാമം തന്നെ ഖുർആൻ സൂചിപ്പിച്ചു തരുന്നത് നമുക്കവിടെ പഠിക്കാൻ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഓതിവെച്ച ആയത്തുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ആദ്യമായി പറയുന്ന വാക്കതാണ് അദ്ദേഹം ആ കുട്ടിയിൽ നിന്ന്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആ വിനയാന്വിതമായ ഒരു ഭാവം, അതാണ് മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. വിനയമുണ്ടാവണം. വിനയം വന്നാൽ ആ വിനയത്തിന്റെ അടിസ്ഥാനം എന്തറിയോ? നമുക്കൊന്നുകൂടി വരണം. സക്കാത്തും നിസ്കാരവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ജീവിതാന്ത്യം വരെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ നൽകേണ്ടത് കൃത്യമായി ഓരോരുത്തർക്കും, മാതാപിതാക്കൾക്ക് നൽകണം. എത്ര കൃത്യമാണ്, വ്യക്തമാണ് ആ ആയത്തുകൾ. അങ്ങനെ അവരുടെ ജീവിതത്തെ നമ്മൾ സ്വീകരിച്ച് ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ, മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷം അവരാഘോഷിക്കട്ടെ, എല്ലായിടത്തും ചെന്നിട്ട് നമ്മൾ തലയിടുന്ന പരിപാടി നമുക്ക് ഉണ്ടാവരുത്. എല്ലാതിനെയും ബഹുമാനിക്കുക, ആദരിക്കുക. അങ്ങനെ ആ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളാകാൻ ശ്രമിക്കുക. ഈമാനിന്റെ ഫീല് അനുഭവിക്കുക. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിശ്വാസികൾ മാത്രമല്ല, നമ്മൾ സത്യവിശ്വാസികളാണ്. ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയ വാക്കും ഈ വാക്കും തമ്മിലുള്ള ബന്ധം. സത്യവിശ്വാസം ദൃഢമായി ഖൽബിൽ ഉറച്ചാൽ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവും. ബർസഖിൽ ഖബറിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അവിടെ കൊണ്ട് നിന്നില്ല, നാളെ ആഖിറത്തിലും നമുക്ക് സമാധാനം ഉണ്ടാവും. ആ സമാധാനമാണ് ഉലൈക ലഹുമുൽ അംന എന്ന് പറഞ്ഞാൽ. ആ അംനാണ് നമ്മുടെ സത്യവിശ്വാസത്തിന്റെ അടയാളം, സമാധാനം എന്ന് പറയുന്നത്. അതിന് നമ്മൾ നിരന്തരം അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണം. സൂറത്ത് ഹുജറാത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ നിറക്കണം, ആ ഈമാനിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ അതിന് സൗന്ദര്യം തരണം. കൂടെ ഒരു പ്രാർത്ഥനാ വാചകം കൂടിയുണ്ട്, ഞാൻ പറയുമ്പോ വേഗത്തിൽ നിങ്ങൾ എന്റെ കൂടെ പറയണം. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി. നമ്മുടെ കൽബ് വേറെ പല ഭാഗങ്ങളിലേക്ക് അതും വേണോ ഇത് വേണോ എന്നൊക്കെ തോന്നുന്നത് എന്തറിയാം, അതൊരു തരം നിഫാഖാണ്. പടച്ചോനെ അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി, എന്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണം, നിഫാഖിൽ നിന്ന് തഹൂറാക്കണം. വഅമലി മിനൽ റിയാഇ, നാട്ടുകാര് കാണാൻ വേണ്ടി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്റെ അമലിനെ നീ ശുദ്ധമാക്കണം. ലിസാനി മിനൽ കദിബി, എന്റെ നാവിനെ നുണ പറയുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം. വഅൈനി മിനൽ ഖയാന, വഞ്ചനാപരമായ നോട്ടത്തിൽ നിന്ന് എന്റെ കണ്ണിനെ രക്ഷപ്പെടുത്തണം.
എന്താണ് വഞ്ചനാപരമായ നോട്ടം? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേണ്ടാത്തോടത്തേക്ക് നോക്കുന്നതിൽ നിന്ന് നിന്റെ കണ്ണിനെ രക്ഷിക്കണം, കളവ് പറയുന്നതിൽ നിന്നും നാവിനെ രക്ഷിക്കണം, മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും നിന്റെ അമലിനെ രക്ഷിക്കണം. എല്ലാറ്റിലും ഉപരി നിന്റെ കൽബിനെ നിഫാഖിൽ നിന്ന്, കപടതയിൽ നിന്ന് രക്ഷിക്കണം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഅമലി മിനൽ റിയാഇ വലിസാനി മിനൽ കദിബി വഅയ്നി മിനൽ ഖയാനതി യാ റബ്ബൽ ആലമീൻ. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. കൂടെ നമുക്കൊരു ബോധ്യം വരാറുണ്ട്, നിന്റെ ഈമാനിന് അപകടം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തും ഞാൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ഭാഗത്ത് ഒരു ബന്ധം ഞാൻ ഉണ്ടാക്കൂല എന്ന് വെച്ചാൽ ഞാൻ എല്ലാരെയും ആദരിക്കും, ബഹുമാനിക്കും, എല്ലാവരോടുള്ള കടപ്പാടുകൾ ഞാൻ നിർവഹിക്കും. ഏറ്റവും പ്രധാനം നിന്റെ റബ്ബിനോടുള്ള കടപ്പാടാണ്. അതിനാണ് പ്രധാനം. അതാണ് ആദർശം എന്ന് പറയുന്നത്. ആ ആദർശത്തെ ഞാൻ മുറുകെ പിടിക്കുകയും ചെയ്യും. പ്രാർത്ഥനയുമായി നമ്മൾ മുന്നോട്ട് പോവുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട് ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ വീഴ്ചകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ച് എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് രണ്ട് ലോകത്തും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തോടൊന്നിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ സംതൃപ്തിയോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.